Hello friends, welcome to my channel Shaisa's Crochet. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഒരു സ്ട്രോബെറി കോസ്റ്റർ ക്രോഷേ പാറ്റേൺ ആണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ എൻ്റെ പാറ്റേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് ദിസ്. 3 കളറാണ് ഞാൻ ചെയ്തേക്കുന്നത്, യെല്ലോ, പിങ്ക് ആൻഡ് റെഡ്. നമുക്കിനി നോക്കാം ഇതെങ്ങനെ നമുക്ക് ഈ നെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. ഓക്കെ, അതിനെടുത്തിരിക്കുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 4mm ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 കളർ യാൺ വേണം. ഒന്ന് ഗ്രീൻ, അതിൻ്റെ ഒരു സ്റ്റെമ്മ് കാണിക്കാൻ വേണ്ടിയിട്ട്, പ്ലസ് ഏത് കളറിലാണ് നമ്മൾ നെറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് ആ കളറും കൂടി എടുക്കാം. ഇപ്പോൾ ഞാൻ റെഡ് ആൻഡ് പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് നെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ഒരു പാറ്റേൺ തുടങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈസിന് വേണ്ടത് നമ്മൾ 16 ചെയിൻസ് ആണ് ഇട്ടിരിക്കുന്നത്, ഈ ഒരു സൈസ് കോസ്റ്റർ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇപ്പം ഞാനിവിടെ 16 ചെയിൻസ് ഇടാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിൽ നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് നോട്ട് ഇടും. ഇവിടെ ആ ഒരു ലൈൻ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയാൽ മതി. ചെറുതായിട്ട് ലൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചെയിൻ്റെ സ്പേസ് കിട്ടും നിങ്ങൾക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനകത്തിട്ടു. എന്നിട്ട് യാണിങ്ങനെ പുറത്തോട്ടെടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളിതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് ടൈറ്റ് ആയിക്കോളും, പഴയതുപോലെ തന്നെ ടൈറ്റ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 9 സിംഗിൾ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കണം. സിംഗിൾ ക്രോഷേ 9 സിംഗിൾ ക്രോഷേ. 1 2 3 4 5 6 7 8 and 9. ഓക്കെ, 9 സിംഗിൾ ക്രോഷേസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സെവൻ ക്ലസ്റ്റേഴ്സ് ആണ്, ഡബിൾ ക്രോഷേൻ്റെ 7 ക്ലസ്റ്റേഴ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ചെയിനിൽ 2 മാത്രം 2 ലൂപ്പിലിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 more ടൈം യാണിങ്ങനെ ചുറ്റിയെടുത്തിട്ട് അഗെയിൻ 2 ലൂപ്പിൽ മാത്രം ഇട്ടെടുക്കുക. നമുക്കപ്പോൾ 3 ലൂപ്പുണ്ട്. അഗെയിൻ ഒന്നും കൂടി ചുറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും 2 എണ്ണം കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് 4 ലൂപ്സ് ഉണ്ട്. ഈ 4 ലൂപ്സ് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ പുൾ ചെയ്ത് പുറത്തെടുക്കുക. എന്നിട്ട് 2 ചെയിൻസ് ഇട്ട് കൊടുക്കണം. അഗെയിൻ ഡബിൾ ക്രോഷേ അതിട്ടു. അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ ഇതും കൂടി ചുറ്റി ഇതിൻ്റെ പുറത്തും കൂടി എടുക്കണം, പക്ഷേ ഇതിപ്പോൾ എടുക്കുന്നില്ല. അഗെയിൻ 1 more ടൈം അതിൽ തന്നെ ആൻഡ് 1 more ടൈം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ പുൾ ചെയ്തെടുത്തിട്ട് 2 ചെയിൻ. സോ 2 ക്ലസ്റ്റേഴ്സ് ആയി. അഗെയിൻ തേർഡ് വൺ 1 2 3 1 2.
അപ്പോൾ നമുക്ക് 1 2 3 4 ആയി. ഇനി 3 കൂടി ഇട്ട് കൊടുക്കണം. 3 ചെയിനിൽ 1 2 3 then 2 chain, 1 2 3. Okay, then again 2 chains. So ഇപ്പോൾ ഫൈനൽ ഈ ഒരു സ്റ്റിച്ചിൽ ലാസ്റ്റ് വൺ. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ ക്ലസ്റ്റർ, ലാസ്റ്റ് ചെയിനിൽ ലാസ്റ്റത്തെ ക്ലസ്റ്റർ. ഓക്കെ, 2 ചെയിൻ, സോറി, ലാസ്റ്റ് 2 ചെയിൻസ് വേണ്ട, 1 ചെയിൻ മതി. ആഫ്റ്റർ ദാറ്റ് താഴത്തെ ഈ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫിനിഷ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ബിക്കോസ് ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സ്റ്റെമ്മായി. ഇനി ഇതിങ്ങനെ പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റ് ആവും. സോ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പം ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇതിങ്ങനെ ഈ ഒരു ടേൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇതെടുക്കാം ഇങ്ങനെ. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്കിത് ഹൈഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇതും അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി അവിടെ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. സോ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ സ്ട്രോബെറീൻ്റെ ആ ഒരു പാറ്റേൺ, ഈ ഒരു പോർഷൻ നമുക്ക് ഏത് കളറാണോ ഇടുന്നത് ആ കളർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ പിങ്കാണ് എടുത്തിരിക്കുന്നത്. സോ ഈ സ്പേസിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഈ ഒരു സ്പേസിൽ ഇവിടെ 7 ക്ലസ്റ്റർ ഉണ്ട്, ഡബിൾ ക്രോഷേൻ്റെ 7 ക്ലസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ. ഓക്കെ, അതിന് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കളറിൽ ഇതിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഹൊക്കിലിടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ എടുത്ത് ഒരു ചെയിൻ, again 1 more chain, 3 ചെയിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡബിൾ ക്രോഷേ ആണെങ്കിൽ 3 ചെയിൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്യും. 1 more ഡബിൾ ക്രോഷേ, 1 more. ഓക്കെ, ഇപ്പോൾ 3 ഡബിൾ ക്രോഷേസ്, 1 chain, again 3 more double crochet, 1 chain, 3 more double crochets, 1 chain, 1 chain, 1 chain,
ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ 7 സ്പേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ 7 സ്പേസ് ആണുള്ളത്. ഇവിടെ 6 ഡബിൾ ക്രോഷ്യൻ്റെ ക്ലസ്റ്റർ വന്നു. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നത് റോങ് പ്ലേസിലാണ്. വി സപ്പോസ് ടു ബി ഹിയർ. അപ്പോൾ അവിടെ വരെ ചെല്ലണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ അവിടെ വരെ പോകേണ്ടത്. അത് ഈ 2 ഇതിൻ്റെ ഉള്ളിൽ സ്പേസിനുള്ളിൽ വിട്ടിട്ട് എടുക്കുക. അഗെയിൻ സെക്കൻഡ് സ്പേസിൻ്റെ ഉള്ളിൽ വിട്ട് എടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഓൾമോസ്റ്റ് വി റീച്ച്. ഓക്കെ, നമ്മളെത്തി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 2 3 chains, again 2 double crochet, 1 chain, ഓക്കെ. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഈ പ്രോജക്റ്റ് ടേൺ ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അഗെയിൻ സെക്കൻഡിലൊരു സ്ലിപ്പ് സ്റ്റിച്ച്, അതുപോലെ തന്നെ തേർഡ് ചെയിനിലൊരു സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, 1 2 3 chains, 2 double crochet, 1 chain, 3 double crochet, ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലാസ്റ്റത്തെ റോയിൽ വന്നു. 1 more സ്റ്റിച്ചും കൂടിയേ ഉള്ളൂ.
ഓക്കെ, ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ക്ലസ്റ്റർ നമ്മളിട്ടു. ഫൈനലി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഈ എക്സ്ട്രാ നിൽക്കുന്ന യാൺസ് നമുക്ക് ഒന്നെങ്കിൽ നീഡിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഹുക്ക് വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, that's it. ടൈം അതുപോലെ ഓക്കെ. ഇവിടെ നമ്മുടെ പാറ്റേൺ ഫിനിഷായി. സോ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ട്യൂട്ടോറിയൽ വിത്ത് മീ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഗിവ് ദ ലൈക്ക് ബട്ടൺ ഓൾസോ. ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ്, എന്തെങ്കിലും കമൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ വൺസ് അഗെയിൻ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഹാപ്പി ക്രോഷേ ടൈം. താങ്ക് യു.